നീ പിന്നെയും വഴക്കിന് വന്നതാണോ? ഞാനേ തൽക്കാലം ഒന്ന് തോറ്റു തന്നതാ. എന്ന് വെച്ച് നീ വിജയിച്ചതാറ്റങ്ങ് കരുതണ്ട. നിങ്ങളുടെ തോൽവികൾ ആരംഭിക്കുകയാണ് അംബികെ. നിങ്ങളെ ഞാൻ ഇല്ലാതാക്കും. തറവാട്ടിലെ കാര്യങ്ങളൊക്കെ കുറുപ്പ് നന്നായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയും അധിക നാൾ ഇവിടെ കിടന്ന് ഇങ്ങനെ വിലസാന്ന് കരുതണ്ട. കഥകളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്ത് കഥ? ആ ജഗൻ അങ്കിളിനെ ബലിയാടാക്കി എന്റെ അമ്മയെ ചതിച്ച കഥ. അതിന്റെയൊക്കെ കണക്ക് പിറകെ. പക്ഷേ നിങ്ങൾ ഒന്നോർത്തോ, ഞാൻ പ്രതാപവർമ്മയുടെ മകള് തന്നെയാ. അത് ഋതിയുടെ ശബ്ദമാണല്ലോ. അതെ, മോള് തന്നെയാ. പ്രതാപവർമ്മയുടെ മകളെന്ന് വെച്ചാ പ്രതാപവർമ്മയുടെ രക്തത്തിൽ പിറന്ന മകൾ. അച്ഛനൊന്ന് വിഷമിച്ച ആ നിമിഷം എന്റെ ഹൃദയം വേദനിക്കും. എന്ന് വെച്ചാ ഞാൻ പ്രതാപവർമ്മയുടെയും പത്മാവതിയുടെയും മകളാണെന്ന്. പാതി പത്മാവതിയും പാതി പ്രതാപവർമ്മയും. സ്നേഹനിധിയായ എന്റെ അച്ഛനെ നിഷ്കളങ്കയായ എന്റെ അമ്മ വഞ്ചിക്കില്ല. ഒരു മുന്നറിയിപ്പ് ഞാൻ അമ്മായിക്ക് തരുമോ? എന്റെ അച്ഛൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അമ്മായിയോട് യുദ്ധത്തിനിറങ്ങിയ എന്തായിരിക്കും അമ്മായിയുടെ അവസ്ഥ? അമ്മായിക്ക് അത് കാണണോ? ഞാൻ കാണിച്ചു തരാം. ഇനി മുതല് നിങ്ങൾ എന്നിലൂടെ കാണുന്നത് സാക്ഷാൽ പ്രതാപവർമ്മയാ. കണ്ണ് നിറയെ കണ്ടോ? പ്രതാപ, അവളുടെ നിപ്പും ഭാവവും കണ്ടോ നീ? പക്ഷെ പത്മ അത് ചെയ്തു. നിന്നെ ഉപേക്ഷിച്ചു പോയി. അത് തെറ്റ് തന്നെയാ. നിന്നെ വളർത്തിയത് പ്രതാപന. പത്മ എന്റെ മകള് തന്നെയാ. പക്ഷേ പ്രതാപൻ പറയുന്നത് നീ കേൾക്കാവൂ. നീ എന്തു പറയുന്നു? എനിക്കിപ്പോ ഉറപ്പ് കിട്ടണം. നിനക്ക് ഞാൻ വേണോ അതോ പത്മ വേണോ? ഇപ്പൊ തീരുമാനം പറയണം. എനിക്കെന്റെ അച്ഛനെ മറക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മേലിൽ അവളുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല, അവളെ കാണാനും പാടില്ല. ശരി അച്ഛാ. എങ്കിൽ ചെല്ലു. അമ്മമ്മയെ ഞാൻ കുറ്റം പറയുന്നില്ല. അമ്മയോടുള്ള ഈ സംശയം നേരത്തെ എനിക്കുണ്ടായിരുന്നു. എന്നാ അമ്മമ്മ ഒരു സത്യം അറിഞ്ഞോളൂ. എന്റെ അമ്മ ഒരിക്കലും ഒരു തെറ്റുകാരിയല്ല. കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയവളാ എന്റെ അമ്മ. ഇതെല്ലാം ആ അംബികയുടെ ഗെയിമായിരുന്നു.
അവരമ്മയെ അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ ചെയ്ത ചതിയ. ഞാൻ ആ ചതിയുടെ കഥ പറയാം. അമ്മമ്മ കേട്ടോ? ഞാനും പ്രതാപേട്ടനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് നാളെ 2 വർഷമാവാ. നാളെ പ്രതാപേട്ടന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. പ്രതാപേട്ടന് ഇഷ്ടമുള്ളതാ. വെള്ള മുണ്ടും വെള്ള ഷർട്ടും, ഒരു ലെതർ ചെരുപ്പും ഒരു ഗോൾഡ് ചെയിനും. ആ, പ്രതാപേട്ടൻ താമസിച്ചേ വരൂ. ജഗന്നാഥേട്ടൻ ആരും കാണാതെ ഇതും കൊണ്ട് മുറിയിലേക്ക് വന്നാ മതി. അവളെ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. ഇപ്പൊ തന്നെ അത് അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. അമ്മമ്മേ, ഇപ്പൊ വേണ്ട. ഇപ്പൊ തന്നെ വേണം. എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർത്തിട്ടേ അവൾ അങ്ങനെ അങ്ങ് വിലസണ്ട. അമ്മമ്മേ, വേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അംബികയോട് പ്രതികാരം ചോദിക്കേണ്ടത് ഞാനാ. അത് ഞാൻ ചോദിച്ചോളാം. അമ്മമ്മ, അതെനിക്ക് വിട്ടേക്ക്. കുഞ്ഞുമോളെ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോളെ കാണണം. ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റുമോ? അച്ഛനും ഞാൻ കൊടുത്ത വാക്ക്. അക്കാര്യത്തിൽ മോള് പേടിക്കണ്ട. ആ തെറ്റിന്റെ പ്രായശ്ചിത്തം ഞാൻ അനുഭവിച്ചോളാം. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ആദ്യം അമ്മമ്മ എന്ന് വിളിക്കേ, എന്നിട്ട് നമുക്ക് കാണാം. അമ്മമ്മയുടെ ഫോൺ എവിടെ? ആ, ഇതാണ് അമ്മയുടെ നമ്പർ. അമ്മമ്മ ആദ്യം അമ്മയോട് സംസാരിക്കേ. പിന്നെ രണ്ടുപേരും കരയരുത്.